എല്ലാവർക്കും നിറഞ്ഞ ക്രിസ്മസ് നവവത്സരാശംസകൾ നേരുകയാണ്. ബൈജു മേലില സർ, വെൽക്കം. ഒരുപക്ഷെ ഏഷ്യാനെറ്റിനേക്കാളും അല്ലെങ്കിൽ ഇവിടെ വന്ന മീഡിയകളെക്കാളും ഒക്കെ പ്രായമുള്ള ഒരു കളരിയാണ്, ഒരു സ്കൂളാണ്, അല്ലെങ്കിൽ കലാകാരന്മാരുടെ ഒരു സ്കൂളാണ് ഇത് എന്ന് എനിക്ക് ഉറക്കെ പറയാൻ കഴിയും. കാരണം ഞാൻ ആരാധനയോട് നോക്കിക്കണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കലാഭവൻ. അതിൻ്റെ വേദിയിൽ ഇന്ന് ഒരു അതിഥിയായി ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ കൊണ്ട മുറിവ് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടെ എനിക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. ഈ വേദിയിൽ എനിക്കൊരു അതിഥിയായി എത്താൻ കഴിഞ്ഞത് വളരെയേറെ സന്തോഷമുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഇനോഗ്രേഷനാണ്. കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായ നിയാസ് ബക്കർ സർ, പ്ലീസ്. ഞാനൊരു ഗായകനല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. മാത്രമല്ല, കലാകാരന്മാരും കലാകാരികൾക്കും മുൻപിൽ നിന്നാണ് ഞാൻ പാടുന്നത്. എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് സഹകരിക്കണം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, അന്ന് എന്നെ എടുക്കാത്തൊരു സ്ഥലമാണ് ഇത്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുമക്കൾക്കും ഇവിടെ അവസരം കിട്ടി അല്ലേ? അപ്പോൾ എടുക്കാത്ത എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്ത നിങ്ങൾ വിചാരിച്ചാൽ എവിടെ എത്താൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കലാഭവൻ എന്ന് പറയുന്ന ഒരു പേര്, നമുക്ക് പേരിന് മുൻപേ വരാൻ കൊതിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഒരാളാണ് ഞാൻ കലാഭവനിൽ വരാതെ തന്നെ ഒരു മിമിക്രി വേദിയിൽ ചെല്ലുമ്പോൾ കലാഭവൻ എന്ന് കൂട്ടിച്ചേർന്ന് കലാഭവൻ നിയാസ് എന്ന് പറയും. സത്യത്തിൽ ഭയങ്കര ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും ഒരു ജാള്യതയുണ്ട് അതിൽ. കാരണം നമുക്ക് ഇവിടെ വരാൻ പറ്റാത്ത, ഞാനത് മോഷ്ടിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പലപ്പോഴും പറയും കലാഭവൻ ബാനർ വെക്കാനായിട്ടില്ല, ഞാൻ നിയാസ് ബക്കർ എന്നാണ് പറയാറ്. അങ്ങനെ എല്ലാവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും ആഘോഷം. കാരിക്കേഷനാണ്. നല്ലൊരു കാര്യം കൊടുത്തേ. ഇന്നത്തെ അതിഥിയായ ബൈജു മേലില സാറിൻ്റെയാണ്. സാർ, താങ്ക് യു. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ ബൈജു മേമില സാറാണ്. അദ്ദേഹത്തിന് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. ഇതിനകത്ത് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കലാഭവനിലില്ലെങ്കിൽ പോലും കലാഭവൻ്റെ പേര് അറിയാതെയൊക്കെ തന്നെ ഇടയ്ക്ക് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞ കലാഭവനിൽ വളർന്നു വന്ന് ഉയർന്നു വന്ന നമ്മുടെ നവാസിൻ്റെ ബ്രദർ നിയാസ് ബക്കർ എന്ന് പറയുമ്പോൾ, നവാസിൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബാംഗമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. നിശ്ചയമായും ശ്രീ നവാസ് ബക്കറിന് കലാഭവൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ചൊല്ലുന്നതെല്ലാം കേൾപ്പതിനായി ചെയ്തു ചോഴൻ പറഞ്ഞ വാക്കുകളെല്ലാം കേവലമായിതു കേട്ട് ആയതും തീരും പടി പോലെ മറ്റും വേണ്ടവിധങ്ങളും പേശി ആവോളം നല്ല കല്ലുമരങ്ങളും ആളാലെ കൂട്ടിയടുപ്പാൻ ആയതിലേതും ബലമായ ദണ്ഡങ്ങൾ ചെയ്യരുതെന്നെ കുറിച്ചേതേ എറിയാലാണ്ടു തികയുന്നതിന് മുൻപേ ഞാൻ അവിടേക്ക് വരുവേന്തേ ഇപ്പണികൾക്കായി വേണ്ടും കരുവുകൾ എന്നാലേ വേണ്ടുന്നതെല്ലാം തേരെ സർവൈകതിന്തകത്തിങ്കത്തേ